ഹേ ഹായ്. അപ്പോൾ ഇന്നത്തെ ഡ്രോയിങ് ഞാനല്ല ചെയ്യുന്നതും അനിയത്തിയാണ്. അപ്പോൾ അവളെന്ന് പറയുന്നത് ഡ്രോയിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റാത്തൊരു കൂട്ടത്തിലാണ്, അങ്ങനെയൊന്നും പറയാം. ബട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാണെങ്കിൽ എൻ്റെ ഡ്രോയിങ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും വരച്ച് നോക്കണമെന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന ഒരു എക്സ്ട്രാ ഡ്രോയിങ് ബുക്ക് ആൾക്ക് കൊടുത്ത്, എന്നിട്ട് ആളോട് ഞാൻ പറഞ്ഞ് എങ്ങനെയായാലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നേരത്തെ വരച്ചൊരു ഡ്രോയിങ് കാണിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ ആദ്യം വരച്ചേക്കുന്ന ആ ലൈൻസ് പെൻസിൽ കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റായിട്ട് വരയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മളത് പെട്ടെന്ന് അങ്ങനെ വരച്ചു പോയപ്പോഴത്തേക്കും ഈ പെൻ കൊണ്ട് തന്നെ വരച്ചു പോയി. പക്ഷേ അത് ഓക്കെ ആയി. പിന്നെ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വരച്ചു കഴിഞ്ഞപ്പോൾ ഓൾ പറഞ്ഞു ചേച്ചി എന്തായാലും വരച്ചത് ബ്ലാക്കിലായിട്ടില്ലേ, പിന്നെ നമുക്കൊന്ന് കളർ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നീ അത് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു യെല്ലോ കളറും ഗ്രീൻ കളറും കൊടുത്തു. അപ്പം നല്ല രീതിയിൽ തന്നെ അത് കളർ ചെയ്തെടുത്തു. അപ്പോൾ അത് ലാസ്റ്റ് കളർ ചെയ്തിട്ട് പേന പിടിക്കുന്ന സ്റ്റൈലൊക്കെ കാണിച്ചില്ല, കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുവന്നു. അപ്പം ലാസ്റ്റ് ഇതാണ് ലുക്ക്. നല്ല രസമുണ്ടല്ലേ.